ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ മേടിച്ചിട്ടുള്ള ഒരു ഫ്രിഡ്ജിനെ കുറിച്ചിട്ടാണ്. അപ്പം അതിനു മുൻപ് പലവർക്കും എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ ഒരു ലൈവിലൊക്കെ നമ്മളെ വീട് മാറി കേട്ടോ. ദൈവാനുഗ്രഹത്തിൽ നമ്മൾ പുതിയൊരു വീട്ടിലോട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം ഫ്രിഡ്ജും ടിവിയും അല്ലെങ്കിൽ അതുപോലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് വന്നപ്പോൾ ഞാൻ ഓർത്തു വന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ളത്. അപ്പം ഫ്രിഡ്ജ് മേടിച്ചത് ഇതാണ് സാംസങ്ങിന്റെ ഫ്രിഡ്ജാണ് മേടിച്ചിട്ടുള്ളത്. അതിപ്പോൾ റീസെന്റ് ഇറങ്ങിയിട്ടുള്ളൊരു ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജിന് എന്തത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് നമ്മുടെ ഫോണിൽ എങ്ങനെയാണോ ഒരു ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ മൊത്തം നമുക്ക് ഈ ഫ്രിഡ്ജിന് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഫ്രിഡ്ജിന്റെ പുറത്ത് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഫ്രിഡ്ജിന്റെ അകം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വീടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. പക്ഷെ ഞാൻ മുഴുവനായിട്ടും ഹോം ടൂർ ഞാൻ ചെയ്യുന്നില്ല, കാരണം അത് പ്രോപ്പർ സെറ്റായിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ ഒരു മാസത്തിനകത്തൊക്കെ ഞാൻ ഇടാൻ നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഫ്രിഡ്ജ് ഇരിക്കുന്നത്. ഇതൊരു അമേരിക്കൻ ഫ്രിഡ്ജാണ്, അമേരിക്കൻ ഡോറൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്രിഡ്ജ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫ്രീസറാണ്, റൈറ്റ് സൈഡിൽ ഫ്രിഡ്ജും. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ കാണുന്ന ഒരു പെട്ടി പോലെയൊക്കെ ഉള്ളത് ഈ നമുക്ക് ഐസൊക്കെ വരാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഉള്ളിലൊക്കെ സാധാരണ ഉള്ള പോലെ ഒരു അമേരിക്കൻ ഫ്രിഡ്ജിനൊക്കെ ഉള്ള പോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, അല്ലാതെ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം, ഈ കാണുന്ന ക്യാമറ, ഇതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഫ്രിഡ്ജിനകത്ത് ക്യാമറ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എൻ്റെ ജീവിതത്തിൽ. ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ ഇന്ന് ഇത് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടെന്ന് നമുക്കറിയായിരുന്നു മേടിച്ച സമയത്ത്. പക്ഷെ ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര അതിശയായിപ്പോയി. അപ്പൊ ഈ ക്യാമറ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കടയിൽ പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു സംശയം തോന്നാണ്, അയ്യോ ഫ്രിഡ്ജിനകത്ത് തക്കാളി എങ്ങാനും ഇരിപ്പുണ്ടോ പുതിയത് മേടിക്കാൻ വേണ്ടിയിട്ട് എന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സംശയം വരുവാണെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മളിത് പെയർ ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ഫ്രിഡ്ജിന്റെ സെറ്റിങ്ങും നമ്മുടെ ഇതിലൊക്കെ ആയിട്ട്. അപ്പോൾ ഫോണിൽ പോവുക, എന്നിട്ട് ഇൻസൈഡ് ഫ്രിഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്യാമറ അതിനകത്ത് ഇങ്ങനെ കറങ്ങി കാണിക്കും നമ്മുടെ ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെയാണോ ഉള്ളതെന്ന്. അപ്പം നമുക്കത് സൂമൊക്കെ ചെയ്ത് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിട്ടം വരുത്തി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം. അതാണ് ഈ ഫ്രിഡ്ജിന്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അവിടെ ആമിക്കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ഫോണിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ, സ്പീക്കറും അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇന്റർനെറ്റ് എടുക്കുക, പാട്ട് കേൾക്കുക, വീഡിയോ കാണുക, ഇതൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കൺട്രി സെറ്റ് ചെയ്തു. അപ്പം ഞാനിവിടെ യുണൈറ്റഡ് കിങ്ഡം എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ആ ഒരു വൈഫൈയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലാതെ വേറെ വയറ് കുത്താനും അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ വൈഫൈ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 2 വൈഫൈ ആണ് ഉള്ളത്, ഒന്ന് ഒരു ബൂസ്റ്ററിന്റെയും ഒന്ന് ഫസ്റ്റ് കാണുന്ന 881 എന്നുള്ളത്. അപ്പം നമ്മൾ നമ്മൾ ഏത് വൈഫൈയിലാണോ നമ്മുടെ വീട്ടിലകത്തുള്ളത് അത് നമ്മൾ കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാനൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കണക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് യു ആർ ഡൺ എന്നൊക്കെ പറഞ്ഞു വന്നു. ഇനി നമുക്ക് ഫോണായിട്ട് പെയർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള കൊച്ചു കാര്യങ്ങൾ ഇപ്പം എനിക്കും പ്രത്യേകിച്ചൊന്നും അറിയില്ല, ഞാനും ഇത് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിനകത്ത് നമുക്ക് എഗ്രി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് പേജിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. അപ്പം ഫ്രണ്ട് പേജിൽ നമുക്ക് തന്നെ ചൂസ് ചെയ്ത് ഓരോന്നൊക്കെ നമുക്ക് എടുത്ത് ഇടാവുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഇപ്പോഴത്തേക്കും ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഇത് ഓട്ടോമാറ്റിക്കലി അവർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്തോ ഡേറ്റ് വരും. പിന്നെ നമുക്ക് ഇപ്പം ഈ കാണുന്നത് കണ്ടോ, ഇതാണ് പാഡ് പോലെയാണ്, നോട്ട് പാഡ് പോലെയാണ്. അപ്പൊ ഇവരിതിനകത്ത് ഇങ്ങനെ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ആദ്യം നമ്മൾ ഇത് ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിപ്പോൾ ഇന്ന് എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യമുണ്ട്, അതായത് ഇന്നിപ്പം എന്തെങ്കിലും മക്കളുടെ സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും മേടിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിന്റെ ആ ഒരു പുറത്തെ സ്ക്രീനിൽ എഴുതാം ഇന്ന് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത്, മറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു നമ്മുടെ ഈ ടെക്നോളജിക്ക് എത്രത്തോളം വളർന്നു എന്നുള്ളത്. ഫ്രിഡ്ജിനകത്ത് TV എന്നൊക്കെ ഉള്ളത് പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. വീട്ടിലൊക്കെ ഒരു കുട്ടി ഫ്രിഡ്ജൊക്കെ മേടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സന്തോഷമായിരുന്നു. അയ്യോ, ആ ഫ്രിഡ്ജ് അതൊക്കെ പൊന്നുപോലെ സൂക്ഷിച്ച്, അതായിരുന്നു അന്നത്തെ വലിയ കാര്യം എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ ടെക്നോളജി ഒക്കെ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രിഡ്ജിനകത്ത് TV അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് ഫോൺ എന്നുള്ള സംവിധാനമൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് റേഡിയോ കേട്ടോ. കണ്ടോ, നിങ്ങൾ സാംസങ് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിന്റെ മുകളിൽ അങ്ങനെ ശരിക്കും ആ ഫോണിന്റെ സെറ്റിങ്സും കാര്യങ്ങളും പിന്നെ പാട്ട് കേൾക്കാം. ഇതിപ്പോ ഒരു പാട്ട് ഞാൻ അവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. സ്പീക്കറൊക്കെ നല്ല സ്പീക്കർ തന്നെയാണ്. നമ്മുടെ എന്താ പറയുക ഫോണിന്റെ അത്രയും ഇല്ലെങ്കിലും അത്യാവശ്യം സാധാരണ ഒരു CD-നേക്കാളും ഒരു ഓഡിയോ പ്ലെയറിനേക്കാളൊക്കെ നല്ലതാണ് കേട്ടോ.
പിന്നെ നമുക്ക് ഇതിനകത്ത് യൂട്യൂബ് കാണാം, എല്ലാം ഒരു ഇന്റർനെറ്റിലൊക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെർച്ച് ചെയ്യാം. പിന്നെ വോയിസ് ഉണ്ട്, അതിനകത്ത് വോയിസ് സെർച്ച് ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പറയുവാണെങ്കിൽ അതും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒക്കെ കൂടിയിട്ടുള്ളൊരു കൊച്ചു ഫ്രിഡ്ജ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിന്റെ ഇപ്പം ഇത് എന്താ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, എനിക്കിതൊരു അത്ഭുതമായിട്ട് തോന്നി. അപ്പം അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഫ്രിഡ്ജൊക്കെ മേടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ നാട്ടിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങളെല്ലാവർക്കും ഒരു കാണാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ഉണ്ടെന്നുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ട് ആസ്വദിക്കുക കേട്ടോ. കാരണം ഇങ്ങനെയും നമ്മുടെ ടെക്നോളജിയൊക്കെ വളർന്നു എന്നുള്ളതൊന്ന് അറിയിച്ചു എന്ന് മാത്രം. അപ്പം ഇത് ഈ ഒരു കൊച്ചു വീഡിയോ ഇത് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ജസ്റ്റ് വീട്ടിൽ മേടിച്ചപ്പം എനിക്കൊരു അതിശയം തോന്നിയപ്പോൾ ഷെയർ ചെയ്തെന്ന് മാത്രം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടിന്റെ ഹോം ടൂറും അല്ലെങ്കിൽ വീടിനോട് എന്താ പറയുക ബന്ധപ്പെട്ടിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട്, കുക്കിംഗ് ആയിട്ടും നമുക്ക് ഉടനെ കാണാം. Until then, bye bye.